കഴുകൻ എന്ന് പറയുന്നത് ആകാശത്തിലേക്ക് പറന്നുയരുന്ന ഒരു പക്ഷിയാണ്. മറ്റു പക്ഷികളിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ പക്ഷിയാണ് കഴുകൻ. അതുപോലെ തന്നെ പരുന്ത് എന്ന് പറയുന്നത് വളരെ ഉയരത്തിൽ പറക്കുന്ന ഒരു ശക്തിയേറിയ പക്ഷിയാണ്. യെശയ്യാവ് 40 അധ്യായം 31 വാക്യം പറയുന്നു, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു ശക്തനായ മനുഷ്യൻ എന്ന് പറയുന്നത് ഏത് പ്രതികൂലത്തിലും ഒരു കഴുകൻ ആകാശത്തിലേക്ക് പറന്നുയരുന്നത് പോലെ ആ വ്യക്തിയുടെ ആത്മീക ജീവിതം പറന്നുയരും. അങ്ങനെയുള്ളവർ തളർന്നു പോകാതെയും ക്ഷീണിച്ചു പോകാതെയും ഇരിക്കും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കഴുകൻ മറ്റു പക്ഷികളിൽ ഏറ്റവും ശക്തിയേറിയതും അതിന് ചിറകടിച്ച് ആകാശത്തിലേക്ക് പറന്ന് വളരെ ഉയരത്തിലേക്ക് കയറി ദീർഘനേരം അത് പറക്കുവാൻ കഴിവുള്ള പക്ഷിയാണ്. ഈ കഴുകൻ അത് പറന്നുയരുമ്പോഴും അത് ആകാശമണ്ഡലത്തിൽ വിന്യസിച്ച് പറക്കുമ്പോഴും അതിന്റെ ഇരയെക്കുറിച്ചുള്ള ലക്ഷ്യമായ ബോധമുണ്ട്. ആ ലക്ഷ്യമായ ബോധത്തിൽ ആ ലക്ഷ്യത്തിലേക്ക് താഴേക്ക് വന്ന് കൃത്യം ആ ഇരയെ എടുത്തുകൊണ്ടു പോകുവാനുള്ള ശക്തി വളരെ ദൂരത്തു നിന്ന് തന്നെ കഴുകനുണ്ട്. ഇതുപോലെ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ ലക്ഷ്യത്തെക്കുറിച്ച് വളരെ അറിവുള്ളവരായിരിക്കണം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവവുമായിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് പ്രതികൂലങ്ങൾ കടന്നു വന്നേക്കാം. എന്നാൽ കഴുകൻ ശക്തിയോടെ ചിറകടിച്ച് പറക്കുന്നത് പോലെ ആ പ്രതികൂലത്തെ നമ്മളുടെ ദൈവത്തിലൂടെ ആ പ്രതികൂലത്തെ മാറ്റി നമുക്ക് ഉയരത്തിലേക്ക് പറക്കുവാൻ കഴിയും. അതുപോലെ തന്നെ കഴുകനും പരുന്തും അത് ഉയരത്തിൽ പറന്നു കയറി വൃക്ഷങ്ങളിലും അതിൻ്റെതായ കൂട് ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതുപോലെ നമ്മളുടെ ദൈവമായ യഹോവയായ പിതാവിലൂടെ നമ്മൾ ആത്മീക ജീവിതത്തിൽ മുന്നോട്ട് പോയി ആ കഴുകൻ ഉയരത്തിൽ കൂടുവെക്കുന്നത് പോലെ ഉയരത്തിലെ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും. അതിനായി ദൈവത്തിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മുടെ ശക്തിയെ, പരിശുദ്ധാത്മാവിന്റെ ആ ശക്തിയെ വർദ്ധിപ്പിക്കും. അങ്ങനെ നമ്മൾ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ നമുക്ക് കഴുകനെ പോലെ പറന്ന് ഉയർന്ന് ഉയരത്തിലേക്ക് എത്തുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, കഴുകൻ ഉയരത്തിലേക്ക് പറക്കുമ്പോൾ പിന്നെ താണെ അവസ്ഥയിൽ ഇരിക്കുന്നതല്ല. ദൈവത്തിന്റെ വചനം നമ്മളിലേക്ക് വരുമ്പോൾ, ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ താണെ അവസ്ഥയിൽ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഉയരത്തിലേക്ക് കയറി ഉയരത്തിലെ നേട്ടങ്ങളെ ഉണ്ടാക്കുവാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അതുപോലെ തന്നെ ആത്മാവിനും സത്യത്തിനുമുള്ള ആരാധനയും ഇതിനാൽ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയും. അങ്ങനെ നമ്മളുടെ ശക്തി പുതുക്കും. കഴുകന്റെ ചിറക് ശക്തിയുള്ളതുപോലെ ആകുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിനകത്ത് ശക്തി ലഭിച്ച് നാം ചിറകടിക്കുന്നത് പോലെ ഉയർന്ന് പറന്ന് ഉയരുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരും. ഇതുകൊണ്ടാണ് കഴുകന്റെ ജീവിതത്തെ നമ്മളുടെ ആത്മീക ജീവിതത്തിലേക്ക് നമുക്ക് തുലനം ചെയ്യുവാൻ ഈ അധ്യായത്തിൽ കഴിയുന്നത്. അതുകൊണ്ട് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കി കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരും. അവർ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ഇരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് പ്രതിസന്ധിയുടെ മേഖലകളിലും ആ ദൈവത്തിന്റെ വചനത്തിലും ശക്തിയിലും നമുക്ക് പറന്ന് ഉയർന്ന് കഴുകനെ പോലെ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. പ്രതികൂലങ്ങളെ കണ്ട് നമ്മൾ പതറിപ്പോകരുതെന്നുള്ള വലിയ സന്ദേശമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് വചനത്തിന്റെ ശക്തിയിലൂടെ നമുക്ക് പറന്നുയരുവാൻ കഴിയും.